ഹലോ. ഹോ, എന്തൊരു ചൂടാല്ലേ ഇപ്പോൾ പുറത്തൊക്കെ. ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ. തണ്ണിമത്തൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി. അതിനായിട്ട് തണ്ണിമത്തൻ ഞാൻ വലിയ സൈസിലും ചെറിയ ക്യൂബ് സൈസിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പാലും മിൽക്ക് മെയ്ഡും പിന്നെ ഇതാ ഈ സൈസിൽ 2 ഏലക്കായും. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് പാല്. പാടയൊക്കെ നീക്കിയിട്ടുള്ള പാലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം വലിയൊരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ഏലക്കായ ഇതുപോലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അധിക സമയമൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറും സെക്കൻഡുകൾ മാത്രം മതി. ഇപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ജ്യൂസ് കിട്ടും. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് ഇതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നന്നായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ്. ഇനി ഒരു വലിയ ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ റെഡി ആയിട്ടിരിക്കുന്ന ജ്യൂസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ താഴെ കിടക്കുന്ന ആ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ 2 ഗ്ലാസ്സിൽ ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. എന്ത് രസമല്ലേ കാണാൻ, കുടിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഐസ് ക്യൂബ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. ഈ ചൂട് കാലത്ത് നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഐറ്റം കൂടെയാണ്. ഫൈനലി അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്